ഹലോ ചെമ്പനീർ പൂവ് ഒരു കിടിലൻ ടിസ്റ്റിലേക്ക് മോനെ രക്ഷയില്ലാത്ത അടിപൊളി രംഗങ്ങൾ കേട്ടോ. നമ്മുടെ ശ്രുതി നമ്മുടെ രേവതിയോട് വന്ന് കാപ്പി ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതി ഹാലളകി വരുന്നുണ്ട്. എടി നീ ആരാടി ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയോ, മര്യാദക്ക് എടുത്ത് കുടിക്കടി. രേവതി നീ പുറത്തു പോ, ഇന്ന് ഇവിടെയുള്ള എല്ലാവരുടെയും ഫുഡ് ഇവളുണ്ടാക്കും എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അതൊക്കെ ഏൽപ്പിക്കുന്നുണ്ടേ. പിന്നെ എല്ലാവരുടെയും തുണി അധികം കഴിഞ്ഞ് അലക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുക്കളയിലത്തെ പണി കഴിഞ്ഞ് എല്ലാ തുണിയും കൂടി ഇങ്ങനെ അലക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ചന്ദ്രമതി, ഇതിൽ സച്ചിയുടെയും രേവതിയുടെയും തുണിയില്ലല്ലോ, നിന്നോട് എല്ലാവരുടെ അലക്കാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പൊ ഈ ഒരു ഡയലോഗൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് മുഖം നോക്കുവാട്ടോ. ദൈവമേ, അമ്മയ്ക്ക് ഇവളോട് ഇങ്ങനെ പോരെടുക്കാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടെ. അപ്പൊ സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, രേവതി നിനക്ക് രോമാഞ്ചം വരുന്നുണ്ടോ ഇത് കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് ചോദിക്കുന്നൊക്കെ ഉണ്ടേ. അങ്ങനെ നമ്മുടെ ശ്രുതി ഇനി ആടാപാടലാവിട്ട് കഷ്ടപ്പെടുത്തുന്ന നിമിഷങ്ങളവിടെ നമുക്ക് കാണുവാൻ സാധിച്ചതേ. രാവിലെ എഴുന്നേറ്റ് കുത്തിപ്പൊക്കി എണീപ്പിക്കുന്നു നമ്മുടെ ചന്ദ്രമതി, എന്നിട്ട് മുറ്റമൊക്കെ അടുപ്പിക്കുന്നു, കോലം ഇടിക്കുന്നു, അങ്ങനെ പണിയോട് പണി. നമ്മുടെ രേവതി പണ്ട് എങ്ങനെ ചെയ്തിരുന്നു ആ പണി സകലത്ത് നമ്മുടെ ശ്രുതിയുടെ തലയിലാക്കി. രേവതി ഇപ്പൊ ഫ്രീ ആയി. പണ്ട് നമ്മുടെ ശ്രുതി ഫ്രീ ആയിട്ടിരുന്ന പോലെ രേവതി ഇപ്പൊ ഫ്രീ ആയിട്ടോ. എന്തായാലും ഒരു കിടുക്കാച്ച് എപ്പിസോഡുകൾ തന്നെയാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നതേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.